സിനിമാ സംഘടനകൾ നാളെ പ്രഖ്യാപിച്ചിരുന്ന സൂചനാ സമരം മാറ്റി മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം മാറ്റാനുള്ള തീരുമാനം. വിനോദ നികുതി 8-ൽ നിന്ന് 4% കുറയ്ക്കാൻ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് വിവിധ വകുപ്പുകൾ മന്ത്രി ഏകോപിപ്പിച്ച് മന്ത്രിയായിട്ടുള്ള ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ. ആ ചർച്ച പ്രകാരം ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് അനുഭാവപൂർവ്വം അത് പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഇളവുകൾ നൽകാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, സമരം പിൻവലിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അലക്സ്, മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്? സിനിമാ സംഘടനകൾ എന്താണ് പറയുന്നത്? ദിൽന, ഈ സിനിമാ മേഖലയിൽ വിനോദ നികുതിക്ക് പുറമെ GST, അതായത് ഇരട്ട നികുതി ഉണ്ടായിരുന്നു. അത് സിനിമാ മേഖലയെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന വിഷയമാണ് എന്നുള്ളതായിരുന്നു ഈ സിനിമാ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, ഈ പീക്ക് അവേഴ്സിൽ വൈദ്യുതി നിരക്ക് കുറയ്ക്കണം, അതിൽ ഇളവ് വേണം എന്നുള്ളതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ നാളെ സിനിമാ സമരം പ്രഖ്യാപിച്ചത്. അതിൽ നാളെ അവർ പ്രധാനമായി പ്രഖ്യാപിച്ച തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം, ചലച്ചിത്ര പ്രദർശനം നിർത്തിവെക്കുക, ഒപ്പം സിനിമാ ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സൂചനാ പണിമുടക്ക് നാളെ നടത്താനായിരുന്നു തീരുമാനിച്ചത്. അതിന് മുന്നോടിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിനിമാ സംഘടനകളുമായുള്ള ചർച്ച നടത്തിയത്. എല്ലാ സംഘടനകളുടെയും, അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഒപ്പം അമ്മ തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിൽ അനുഭാവപൂർവ്വമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാൽ ഈ സമരത്തിൽ നിന്ന് തൽക്കാലം പിന്മാറുകയാണെന്നാണ് സിനിമാ സംഘടനകൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ വിനോദ നികുതിയിൽ ഇളവ് നൽകാമെന്ന ഉറപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി നൽകിയതായാണ് സിനിമാ സംഘടനാ പ്രതിനിധികൾ പറയുന്നത്. അവർ മന്ത്രി മുന്നോട്ട് വെച്ച ശുപാർശ ഈ വിനോദ നികുതി 8% എന്നുള്ളത് 4% കുറയ്ക്കാം എന്ന അങ്ങനെ ഒരു ഇളവ് നൽകാമെന്നാണ് മന്ത്രി മുന്നോട്ട് വെച്ച ശുപാർശ. പക്ഷേ അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും ചർച്ച നടത്താമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയതായി സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊക്കെ, മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. തിയേറ്ററുകളുടെ ലൈസൻസ്, ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളുടെ ഏകജാല സംവിധാനം, ഒപ്പം തിയേറ്ററുകളുടെ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച വിഷയം റെഗുലേറ്ററി ബോർഡുമായി ചർച്ച ചെയ്യും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതായത് പീക്ക് അവേഴ്സിൽ ഇളവ് കിട്ടണമെന്നാണ് സിനിമാ സംഘടനകളുടെ ആവശ്യം. പൂർണ്ണമായി അത് സിനിമാ സംഘടനയുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.